വെൽക്കം ബാക്ക് ടു കിച്ചൺ ഡയറീസ്. ഇന്നത്തെ റെസിപ്പി നാടൻ രീതിയിൽ ഉള്ള ഒരു ചെമ്മീൻ മുളകിട്ടതാണ്. നിങ്ങളെല്ലാവരും ഈ രീതിയിലൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. മീൻ വൃത്തിയാക്കിയ ശേഷം നന്നായി വാഷ് ചെയ്ത് ഒരു പ്ലേറ്റിലേക്ക് മാറ്റി വെച്ചിരിക്കുകയാണ്. പിന്നീട് അര കപ്പ് അരിഞ്ഞു വെച്ച ചെറിയുള്ളിയാണ് എടുത്തിരിക്കുന്നത്. മീൻ മുളകിട്ടത് ചെറിയുള്ളിയിൽ തന്നെ ഉണ്ടാക്കുമ്പോഴാണ് നമുക്ക് ആ നാടൻ രീതിയിലുള്ള നല്ല ടേസ്റ്റ് കിട്ടുക. 3 പച്ചമുളക് അരിഞ്ഞതും 1.5 ടേബിൾ സ്പൂൺ വെളുത്തുള്ളി ചതച്ചതും 1 ടേബിൾ സ്പൂൺ ഇഞ്ചി ചതച്ചതും ഒരു വലിയ തക്കാളി അരിഞ്ഞതും ഒരു ചെറുനാരങ്ങ വലുപ്പത്തിൽ വാളൻപുളി വെള്ളത്തിൽ കുതിർത്തും എടുത്തിട്ടുണ്ട്. ചട്ടി അടുപ്പത്ത് വെച്ച് ചൂടായതിന് ശേഷം അതിലേക്ക് 3 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുണ്ട്. പിന്നീട് ഇതിലേക്ക് 2 പിഞ്ച് ഉലുവ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഈ ഉലുവ നന്നായി പൊട്ടിയതിന് ശേഷം ഇതിനകത്തേക്ക് ചതച്ച് വെച്ചിരിക്കുന്ന ഇഞ്ചിയും വെളുത്തുള്ളിയും ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇവ ചെറിയ തീയിൽ വെച്ച് നന്നായി ഒന്ന് വഴറ്റിയെടുക്കുക. ആ ഇഞ്ചിയുടെയും വെളുത്തുള്ളിയുടെയും പച്ചമണമെല്ലാം മാറി ഒന്ന് മൂത്ത് വരുന്ന സമയം വരെ ചെറിയ തീയിൽ വഴറ്റിയെടുക്കുക. വെളുത്തുള്ളിയും എല്ലാം ആവശ്യത്തിന് മൂത്ത് വന്നിട്ടുണ്ട്. ഈ സമയത്ത് ഇതിനകത്തേക്ക് നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന ചെറിയുള്ളി ചേർത്ത് കൊടുക്കുക. ചെറിയുള്ളി ചേർത്തതിന് ശേഷം ഇത് നന്നായി ഒന്ന് വഴറ്റിയെടുക്കണം. ആ ഉള്ളി നന്നായി ഒന്ന് വഴന്ന് വരുന്നത് വരെ നമുക്ക് ഇടയ്ക്കിടയ്ക്ക് ഇളക്കി കൊടുത്തുകൊണ്ടേയിരിക്കാം. ഉള്ളി ഒന്ന് വഴന്ന് വന്നതിന് ശേഷം ഇതിലേക്ക് പച്ചമുളക് ചേർത്ത് കൊടുക്കുക. പിന്നെ ചെറിയുള്ളിയിൽ തന്നെ ഉണ്ടാക്കിയെടുക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. മുളക് കറി ഉണ്ടാക്കുമ്പോൾ ചെറിയുള്ളി ചേർത്താലാണ് നമുക്ക് നാടൻ രീതിയിലുള്ള ആ ടേസ്റ്റ് കറിക്ക് കിട്ടുക. പിന്നീട് ഇതിനകത്തേക്ക് കുറച്ച് ഉപ്പ് കൂടെ ഈ സമയത്ത് ചേർത്ത് കൊടുക്കുക. അപ്പോൾ ചേർത്തതിന് ശേഷം നന്നായി ഒന്ന് വഴറ്റിയെടുക്കുക. ഇതിനകത്തേക്ക് കുറച്ചധികം കറിവേപ്പില തന്നെ ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ ഒരു തക്കാളി അരിഞ്ഞതും ഈ സമയത്ത് ചേർത്ത് കൊടുക്കുക. അപ്പോൾ ചേർത്തതിന് ശേഷം നന്നായി ഒന്ന് വഴറ്റിയെടുക്കുക. ആ തക്കാളിയെല്ലാം നന്നായി ഒന്ന് വഴന്ന് വരുന്നത് വരെ നമുക്ക് ഇളക്കി കൊടുത്തുകൊണ്ടേയിരിക്കാം. പിന്നീട് നമുക്ക് ഇതിനകത്തേക്ക് ആവശ്യമുള്ള മസാലകൾ നമുക്ക് ഒന്നൊന്നായി ചേർത്ത് കൊടുക്കണം. ആ സമയത്ത് തീ നന്നായി കുറച്ച് വെച്ചിട്ട് വേണം മസാലകൾ ചേർത്ത് കൊടുക്കാൻ, അല്ലെങ്കിൽ മസാല പെട്ടെന്ന് കരിഞ്ഞു പോകാൻ ഇടവരും. ഇതിനകത്തേക്ക് ചേർത്ത് കൊടുക്കുന്നത് 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും 1 ടീസ്പൂൺ മല്ലിപ്പൊടിയും 2 ടേബിൾ സ്പൂൺ മുളക് പൊടിയും 1 ടേബിൾ സ്പൂൺ കാശ്മീരി മുളക് പൊടിയുമാണ് ഞാൻ എടുത്തിരിക്കുന്നത്. ഇവ ചേർത്തതിന് ശേഷം ഇവ നന്നായി ഒന്ന് വഴറ്റിയെടുക്കുന്നുണ്ട്. ആ മസാലയുടെ പച്ചമണമെല്ലാം മാറി മസാല നന്നായി മൂത്ത് വരുന്നതിന് വേണ്ടിയിട്ടാണ് ചെറിയ തീയിൽ വെച്ച് ഒരു 2-3 മിനിറ്റ് സമയം നന്നായി ഒന്ന് വഴറ്റിയെടുക്കുക. മസാലയെല്ലാം ആവശ്യത്തിന് മൂത്ത് വന്നിട്ടുണ്ട്. ഈ സമയത്ത് നമുക്ക് ഇതിനകത്തേക്ക് നേരത്തെ കുതിർത്ത് വെച്ചിരിക്കുന്ന പുളിയുടെ വെള്ളം ചേർത്ത് കൊടുക്കുക. പുളി നന്നായി പിഴിഞ്ഞതിന് ശേഷം ഇതിനകത്തേക്ക് ചേർത്ത് കൊടുക്കാം. നിങ്ങൾക്ക് കുടംപുളി ഇതിന് പകരം ഉപയോഗിക്കാവുന്നതാണ്. വെള്ളം ചേർത്തതിന് ശേഷം ഇതിനകത്തേക്ക് ആവശ്യമുള്ള വെള്ളം ചേർത്ത് കൊടുക്കുക. നിങ്ങൾക്ക് എത്ര ഗ്രേവി വേണം എന്നതിനനുസരിച്ച് വേണം വെള്ളം ചേർത്ത് കൊടുക്കാൻ. ഞാനിവിടെ ഒരു 1.5 കപ്പ് വെള്ളമാണ് ചേർത്ത് കൊടുക്കുന്നത്. കുറച്ച് തിക്കായിട്ടുള്ള ഗ്രേവിയാണ് നിങ്ങൾ ആഗ്രഹിക്കുന്നത് എങ്കിൽ അതിനനുസരിച്ചുള്ള വെള്ളം മാത്രം ചേർത്ത് കൊടുത്താൽ മതി. പിന്നെ എരിവെല്ലാം നിങ്ങളുടെ ആവശ്യത്തിനനുസരിച്ച് കൂട്ടിയും കുറച്ചും എല്ലാം ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് ആവശ്യമുള്ള ഉപ്പ് കൂടെ ഈ സമയത്ത് ചേർത്ത് കൊടുക്കുക. പിന്നീട് നമ്മൾ കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കുന്ന ചെമ്മീൻ കഷ്ണങ്ങൾ ഇതിനകത്തേക്ക് ചേർത്ത് കൊടുക്കുക. പിന്നെ ആവശ്യത്തിനുള്ള എരിവ് ഉണ്ടോ എന്നെല്ലാം ഈ സമയത്ത് നിങ്ങൾ ചെക്ക് ചെയ്ത് നോക്കുക. നിങ്ങൾക്ക് എരിവ് കൂടുതൽ ആവശ്യമുണ്ടെങ്കിൽ അതിനനുസരിച്ച് മസാലകൾ കൂട്ടിച്ചേർത്ത് കൊടുക്കുക. പിന്നെ നിങ്ങൾക്ക് അധികം ഗ്രേവി ആവശ്യമില്ല എങ്കിൽ അതിനനുസരിച്ചുള്ള വെള്ളം ചേർത്ത് കൊടുക്കുക. ചെമ്മീൻ ചേർത്തതിന് ശേഷം നന്നായി ഇളക്കിയതിന് ശേഷം ഇത് നമുക്ക് കുക്ക് ചെയ്തെടുക്കണം. അതിനുവേണ്ടി ഒരു 8-9 മിനിറ്റ് സമയം മാത്രമേ ചെമ്മീനിന് ടൈം ആവശ്യമായിട്ടുള്ളൂ. ഇപ്പോൾ നമ്മുടെ വളരെ സ്വാദിഷ്ടമായ ചെമ്മീൻ കറി ഇവിടെ തയ്യാറായിക്കൊണ്ടിരിക്കുകയാണ്.
നിങ്ങളെല്ലാവരും ഇതൊന്ന് വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കുക. ഇതിനകത്തേക്ക് കുറച്ച് കറിവേപ്പില കൂടെ ഈ സമയത്ത് ചേർത്ത് കൊടുക്കുക. പിന്നെ മീൻ മുളകിട്ടത് ഉണ്ടാക്കുമ്പോൾ എപ്പോഴും നമ്മൾ വെളിച്ചെണ്ണയിൽ തന്നെ തയ്യാറാക്കണം. എങ്കിലേ നമുക്ക് ആ പെർഫെക്റ്റ് ടേസ്റ്റ് കിട്ടുകയുള്ളൂ. വളരെ സ്വാദിഷ്ടമായ ചെമ്മീൻ കറി ഇവിടെ റെഡിയായിട്ടുണ്ട്. താങ്ക് യു ഫോർ വാച്ചിങ്.